Hey guys, അപ്പോൾ എൻ്റെ ലാസ്റ്റ് വാഷ് ഡേ വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ നമ്പർ 1 ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് എൻ്റെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് പ്രോഡക്റ്റ് ആണ് എനിക്ക് സൂട്ട് ചെയ്യുക. അപ്പൊ ഇതിന് എനിക്ക് മിക്കവർക്കും ഒരു സ്ട്രേറ്റ് ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അതിനെ ആൻസർ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് ആൻസർ ചെയ്യാൻ കുറെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ആ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. എന്നെ അറിയില്ലെങ്കിൽ എന്റെ പേര് ദിവ്യ സഹദേവൻ. എന്റെ ചാനൽ എനിക്ക് ജീവിതത്തിലുള്ള എന്റെ ഫേവറേറ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ സ്പേസ് ആണ് ഇത്. ഇതിപ്പോ എന്റെ 3rd CG വീഡിയോ ആണ്. സോ ഇഫ് യു നോട്ട് സീൻ ദ പ്രീവിയസ് വീഡിയോസ് അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ബിക്കോസ് അതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഇന്ന് വെറും നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ എന്റെ വീഡിയോ ചെയ്യണത് എന്റെ ചേച്ചിയുടെ കൂടെയാണ്. ചേച്ചി ഒരു സൈക്കോളജിസ്റ്റ് ആണ്. കുറെ കാലം പിടിച്ചിട്ടൊക്കെയാണ് യൂട്യൂബിൽ എന്റെ കൂടെ വരാന്ന് പറഞ്ഞ്. സോ ഹൗ യു ഫീലിംഗ്? എനിക്ക് ഇപ്പൊ കുറെ എക്സൈറ്റ്മെന്റും ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, മുടിയുടെ കുറിച്ചല്ലേ. ഐ തിങ്ക് വിൽ ഗെറ്റ് അലോങ്. നിങ്ങൾക്ക് കാണാം എന്റെ മുടിയും ചേച്ചിയുടെ മുടിയും ഞങ്ങൾ രണ്ടാളും കേളി ഗേൾസ് ആണ്. പക്ഷെ ഞങ്ങളുടെ കേൾ പാറ്റേൺ ഭയങ്കര വ്യത്യാസമാണ്. അതിനനുസരിച്ച് ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് കാണാം ഞങ്ങളുടെ മുടിയുടെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ പ്രോഡക്ട്സ് എങ്ങനെയാ ചേഞ്ച് ആവണേന്ന്. ഇന്നത്തെ വീഡിയോയില് എന്താ പഠിക്കാൻ പോകുന്നത്? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾ പാറ്റേൺ, കേൾ ടൈപ്പ്, പൊറോസിറ്റി, ഡെൻസിറ്റി അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്, ഇതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ പോണത്. അപ്പൊ ഈ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ. നമ്മുടെ ഹെയർ ആൻഡ് ഹെയർ ടൈപ്പ്, നമുക്ക് നമ്മുടെ മുടി ഏത് കാറ്റഗറിയിലാ ഫിറ്റ് ആവുമെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ലൈക്ലി ആ പ്രോഡക്ട്സ് നമ്മളെ സൂട്ട് ആവും. ഇതിനെ കുറിച്ച് പഠിക്കാൻ ആക്ച്വലി കുറെ മെറ്റീരിയൽ ഉണ്ട്, ഓൺലൈൻ യൂട്യൂബ് ഉണ്ട്, സൈറ്റ്സ് ഉണ്ട്, കുറെ കണ്ടന്റ് ഉണ്ട്. ബട്ട് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ ഇസ് ടു ഗോ ടു naturallycurly.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ഒരു ടെക്സ്ചർ ക്വിസ് ഉണ്ട്. ഈ ക്വിസിലത്തെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ അത് നമുക്ക് പറഞ്ഞുതരും നമ്മുടെ കേൾ ടൈപ്പ് ഏതാണെന്ന്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇവിടെ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് ഈ ടെക്സ്ചർ ക്വിസ് എടുത്തിട്ട് എങ്ങനെയാണ് ഈ സൈറ്റ് ഞങ്ങളുടെ ടെക്സ്ചർ ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ കാണിച്ചു തരാം. naturallycurly.com ഒരു US ബേസ്ഡ് വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ ടെക്സ്ചർ ക്വിസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ഈ പേജിൽ വരും. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നതാണ്, do any of these apply to you? Have you used heat products like blow dryers in the last 3 months? Are you transitioning to your natural texture or neither? അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, do you have locks? ഇത് ആക്ച്വലി ഒരു മാറ്റിംഗ് ടെക്നീക്കാണ്. ഇത് മോസ്റ്റ്ലി ആഫ്രിക്കൻ അമേരിക്കൻ ഹെയറിനാണ് റെലവൻറ്റ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഓബ്വിയസ്ലി നോ ആണ് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ഇസ് കേൾ പാറ്റേൺ. കേൾ പാറ്റേണിൽ നമ്മൾ ഇവിടെ 3 തരം കേൾ പാറ്റേൺ കാണും, വേവി, കേളി ആൻഡ് കോയിലി. കോയിലി അഗൈൻ ഒരു ആഫ്രോ അമേരിക്കൻ ഹെയർ ആണ്. നമ്മൾ രണ്ടാളും ഇവിടെ കേളി ഹെയർ ടൈപ്പാണ്. കേൾ ടൈപ്പ്, ഇനി നമ്മൾ ഈ കേളിയിൽ തന്നെ ഏതാണ് നമ്മുടെ കേൾ ടൈപ്പാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 3 പിക്ചറിൽ കാണുന്ന ഏറ്റവും നമ്മുടെ മുടിയിനോട്ട് സാമ്യമുള്ള പിക്ചറിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ഇതിലത്തെ രണ്ടാമത്തെ പിക്ചറാണ് കൂടുതൽ എനിക്ക് ക്ലോസ് ആയിട്ട് തോന്നിയ. ചേച്ചിയുടെ കുറച്ചും കൂടെ ചുരുണ്ട ടെക്സ്ചറാണ്. നിങ്ങൾക്കിവിടെ കാണാം. ശരിക്കും നിങ്ങളുടെ രണ്ടാളുടെയും കേൾ വിഡ്ത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊറോസിറ്റി ആണ്. പൊറോസിറ്റി ബേസിക്കലി മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ലോ, നോർമൽ, ഹൈ. അപ്പോൾ നമ്മൾ ഈ മുടീനെ ആക്ച്വലി മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കാണുകയാണെങ്കിൽ ഈ ഹെയർ ക്യൂട്ടിക്കിൾസ് ശരിക്കും സ്മൂത്തായിട്ട് ഇരിക്കുന്നതാണ് ലോ. പിന്നെ ഇത്രയും കൂടെ വൈഡ് ഉള്ളതാണ് നോർമൽ. ഹൈ എന്ന് പറയുന്നത് ശരിക്കും ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഹൈ ഹെയർ നന്നായിട്ട് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. പക്ഷേ നോർമൽ സാധാരണ ലോ തീരെ മുടിയിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഈ ഹെയർ കളർ ട്രീറ്റഡ് ആണോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നോ ആണ് ആൻസർ. ബേസിക്കലി ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടിയുടെ പൊറോസിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ്, എത്ര നേരം എടുക്കും നമ്മുടെ മുടി കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ ആവാൻ? എനിക്ക് ഓൾമോസ്റ്റ് 1 to 2 hours എടുക്കും. ചേച്ചിക്ക് ഒരുപാട് സമയം എടുക്കും. അതാണ് ടേക്സ് എ വെരി ലോങ് ടൈം ടു ഡ്രൈ. അത് നമ്മുടെ ഒരു പൊറോസിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഉള്ളാണ്.
നമ്മുടെ മുടീനെ സെൻറ്റർ പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും സൈഡിലേക്ക് അങ്ങനെ പ്രഷർ വെക്കാണ്ട് വെറുതെ പാർട്ട് ചെയ്യുമ്പോൾ സ്കാൽപ്പ് കാണാൻ പറ്റുമോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഐ ക്യാൻ സീ ലിറ്റിൽ ബിറ്റ് ഓഫ് മൈ സ്കാൽപ്പ്. ചേച്ചിയുടെ മുടി ഭയങ്കര ഡെൻസാണ്, അത് തീരെ കാണാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത് മുടിയുടെ ഒരേ മുടി ഇഴയുടെ കട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സിംഗിൾ സ്ട്രാൻഡ് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ എടുത്തിട്ട് ശരിക്കും കണ്ണടച്ചിട്ട് ഒന്ന് ആ സ്ട്രാൻഡിനെ ഫീൽ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണതാണ് നമ്മളുടെ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ശരിക്കും എനിക്കിതൊരു മീഡിയം ഒരു മിഡായിട്ടാണ് തോന്നിയത്. ഐ ക്യാൻ ഫീൽ ഇറ്റ്, പക്ഷെ അത് അത്ര കട്ടിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ചേച്ചിയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഭയങ്കര ഡ്യൂറബിൾ ആൻഡ് ഹാർഡായിട്ട് തോന്നി. ഇനിയാണ് ലെങ്ത്. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ മുടിയുടെ ലെങ്ത് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി വെരി ലോങ് ഹെയർ ആണ്. ഇതിലുള്ള ഓപ്ഷൻസ് വെരി ഷോർട്ട്, ക്ലോസ് ക്രോപ്പ്, ചിൻ ലെങ്ത്, ഷോൾഡർ ലെങ്ത്, വെൻ പാസ്റ്റ് യുവർ ഷോൾഡർ. എൻ്റെ ഒബ്വിയസ്ലി പാസ്റ്റ് യുവർ ഷോൾഡർ ആണ്, ചേച്ചിയുടെ വെരി ഷോർട്ട്. ഇത് വെച്ചിട്ട് ദേ വിൽ ടെൽ യു ഇപ്പോൾ ശരിക്കും നമ്മുടെ ഹെയറിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ നമുക്കിനി അടുത്തതായിട്ട് കിട്ടുക. ക്വിസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഫസ്റ്റ് പോയിന്റ് ആണ് I'm a 3B കേളി, ചേച്ചി ഒരു 3C ആണ്. അപ്പൊ ഈ 3C 3B എന്ന് പറയുന്നത് ഒരു കേൾ പാറ്റേൺ / കേൾ ടൈപ്പ് ആണ്. നിങ്ങൾ ഈ വേവി ഹെയർ ഉള്ളവരാണെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് പ്രോഡക്ട്സ് കുറച്ചും കൂടെ ലൈറ്റർ പ്രോഡക്ട്സ് ആണ് വേണ്ടത്. ബിക്കോസ് നമ്മുടെ ഈ കേൾ ഡെഫിനിഷൻ കുറച്ചും കൂടെ ലൈറ്റ് ഫൈൻ ഡെഫിനിഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ കുറച്ചും കൂടെ ലൈറ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സെയിം പ്രോഡക്ട്സ് അധികം ഇടാണെങ്കിലും അത് ശരിക്കും നമ്മുടെ മുടിനെ വേ ഡൗൺ ചെയ്ത് നമ്മുടെ കേൾസിനെ കാണില്ല. സോ നമ്മുടെ കേളിയും വേവിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ് എന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്ട്സ് ഇത്തിരിയും കൂടെ ലൈറ്റ് ഹാൻഡഡ്, എന്താ തിന്നർ പ്രോഡക്ട്സ്, നോട്ട് വെരി ബട്ടേഴ്സ്, ഓയിൽസ്, അങ്ങനത്തെ കുറച്ചും കൂടെ ലൈറ്റർ പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ ഈ ഹെവി ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഈ ബട്ടേഴ്സ്, ഓയിൽസ് അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാണ്ട് കുറച്ചും കൂടെ വാട്ടർ ബേസ്ഡ് ലൈറ്റർ പ്രോഡക്ട്സ് ഉപയോഗിച്ചാലാണ് വേവി ഗേൾസിന് കുറച്ചും കൂടെ നന്നാവാം. ഞാനും കേട്ടിട്ടുണ്ട് വേവി ഹെയറിന് നമ്മളിപ്പോ ലീവിനും ജെല്ലും ഇടല്ലോ. അപ്പൊ ചിലപ്പോ ലീവിന് ഇട്ടാൽ മതിയായിരിക്കും വേവി ഹെയറിന്, അതിലേക്ക് ഭയങ്കര കൂടുതലാവും പ്രോഡക്ട്സും എനിക്ക് വേ ഡൗൺ യുവർ ഹെയർ. അത് ശരിയാ. സോ നമുക്ക് ഈ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് നോക്കി ഉപയോഗിക്കാം, ബേസിക്കലി എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ബേബീസ് ആവുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ പ്രോഡക്ട്സ്, ലൈറ്റർ പ്രോഡക്ട്സ് ഉപയോഗിക്കും. നെക്സ്റ്റ് ആണ് നമ്മുടെ കേൾ ടൈപ്പ്. കേൾ ടൈപ്പ് ആണ് ബേസിക്കലി ABC എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ് ഈ കേൾ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ചേച്ചിയുടെ കേൾ ടൈപ്പ് 3C എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ടൈറ്റ് കേൾസ് ആണ്. എന്റെ കുറച്ചും കൂടെ ഓപ്പൺ, ലൂസ്, വൈഡർ കേൾസ് ആണ്. അതാണ് ഞാൻ 3B. അതുകൊണ്ടാണ് എന്റെ പ്രോഡക്ട്സ് ഞാൻ കുറച്ചും കൂടെ ലൈറ്റർ പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കുക. ഞാൻ അത്ര റിച്ച് ബട്ടേഴ്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കില്ല. ഇപ്പൊ എനിക്ക് ഞാൻ ഈ Cantu കേൾ ക്രീം തന്നെ ഞാൻ എപ്പോഴും വെള്ളത്തിൽ ഇത്തിരി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നല്ല സോക്കിംഗ് വെറ്റ് ഹെയറിലാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുക. ബിക്കോസ് അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോഡക്ട്സ് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ആവും, പിന്നെ ആ മുടിയുടെ കേൾ ടെക്സ്ചർ ശരിക്കും കാണില്ല. എനിക്ക് ആക്ച്വലി Cantu ഇസ് വെരി സൂട്ടബിൾ എന്റെ മുടിക്ക്. ലൈക്ക് ഈവൻ വിതൗട്ട് വാട്ടർ എന്റെ മുടിയിലിട്ടാല് ശരിക്കും നല്ലോണം അബ്സോർബ് ചെയ്ത് ആ ഒരു ഹെവി സാധനങ്ങളൊക്കെ എന്റെ മുടിക്ക് കുറച്ചും കൂടെ സൂട്ടബിൾ ആണ്. പിന്നെ എന്റെ മുടിക്ക് ജെല്ലും ഇറ്റ് ലവ്സ് ജെൽ. ജെല്ലില്ലാണ്ട് ലീവിൻ മാത്രം ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ഡെഫിനിഷൻ ഒക്കെ ഒരു ദിവസം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഏത് ജെല്ലോ ഉപയോഗിക്കാം? സ്ട്രോങ് ഹോൾഡ് ഓർ മീഡിയം ഹോൾഡ്? എനിക്ക് യൂഷ്വലി സ്ട്രോങ് ഹോൾഡ്സ് ആണ് നല്ലത്. അപ്പൊ കുറെ കൂടെ ദിവസം ആ വാഷ് ഡേ നമുക്ക് കുറച്ചും കൂടെ ദിവസം നീണ്ടു നിൽക്കും. ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് മീഡിയം ടു ഹാർഡ് ഹോൾഡ് ജെൽസ് ആണ് ഉപയോഗിക്കുക. അധികം ഹാർഡ് ഹോൾഡ് ജെൽ ഉപയോഗിച്ചാൽ അത് ജസ്റ്റ് വേസ് ഡൗൺ മൈ ഹെയർ. അത് ശരിക്കും അങ്ങനെ കേൾ ഡെഫിനിഷൻ ശരിക്കും കാണില്ല. അടുത്ത പോയിന്റ് ആണ് പൊറോസിറ്റി. പൊറോസിറ്റി ഇപ്പൊ എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ പൊറോസിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോ ലോ പൊറോസിറ്റി ഹെയർ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അത് ആ ഫൈൻ ഹെയർ ക്യൂട്ടിക്കൽസ് ആണ്, അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പൊ അതിൽ നമ്മളിപ്പോ പ്രോട്ടീൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ ആണ് ശരിക്കും നമ്മുടെ ഹെയറിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് നമ്മുടെ മുടിയുടെ. അപ്പൊ ഈ പ്രോട്ടീൻ ഇടാണെങ്കിൽ നമ്മുടെ ലോ പൊറോസിറ്റിക്ക് അത് സൂട്ട് ആവില്ല. എന്റെ ഹെയർ ഇപ്പൊ മീഡിയം പൊറോസിറ്റി ആണ്. അത് കാരണം ഞാൻ ഈ റൈസ് വാട്ടർ റിൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പ്രോട്ടീൻ പാക്ക്, അങ്ങനത്തെ ഓരോ പ്രോട്ടീൻ ഡീപ് കണ്ടീഷണേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്കത് വളരെ നല്ല റിസൾട്ട് ആണ് തരാ. ഇറ്റ് ഗിവ്സ് മീ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബൂസ്റ്റ്. സഡൻലി എന്റെ മുടി ഭയങ്കര ബൗൺസി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അത് അടുപ്പിച്ച് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി ആകെ റഫായി, ആകെ അതിന്റെ ഫ്രിസി ആയിട്ട് തോന്നും.
അപ്പോൾ ഹൈ പൊറോസിറ്റി ആണെങ്കിൽ നമ്മുടെ മുടിക്ക് ഈ പ്രോട്ടീൻ ഭയങ്കര ആവശ്യമാണ്. ബിക്കോസ് അതിൽ കുറെ ഗ്യാപ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻ ബേസിക്കലി ഈ ഗ്യാപ്സിലോട്ട് പോയിട്ട് അത് നന്നായി ഫില്ല് ചെയ്ത് ശരിക്കും അത് നമ്മുടെ മുടീനെ ശരിക്കും ഒരു ബൗൺസും ഷൈനും തരും. സോ ഇഫ് യു ആർ എ ലോ പൊറോസിറ്റി, ഡോണ്ട് ഗോ വിത്ത് മച്ച് പ്രോട്ടീൻ റിലേറ്റഡ് പ്രോഡക്ട്സ്. പക്ഷെ നമ്മുടെ ഒരു ഹൈ പൊറോസിറ്റി ആണെങ്കിൽ ചൂസ് പ്രോട്ടീൻ ബേസ്ഡ് പ്രോഡക്ട്സ്. മീഡിയം ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ ചൂസ് വൺസ് ഇൻ എ വൈൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ എന്റെ മുടി ആക്ച്വലി ലോ പൊറോസിറ്റി ആണ്. അപ്പൊ എനിക്ക് ആക്ച്വലി അധികം പ്രോട്ടീൻ DIY ഡീപ് കണ്ടീഷണേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഐ യൂസ് ടു ഡു എ ലോട്ട് ഓഫ് മോയ്സ്ചർ DIY ഡീപ് കണ്ടീഷണർ. ബിക്കോസ് ദാറ്റ് വാസ് വാട്ട് എന്റെ മുടിക്ക് കൂടുതൽ വേണ്ടത് അതായിരുന്നു. പ്രോട്ടീൻ ഇടയ്ക്ക് എങ്ങാനും ചെയ്താലും മതി, ബിക്കോസ് ഓൾറെഡി ആ ബൗൺസ് ഉണ്ട്. പിന്നെ പൊറോസിറ്റി എന്ന് പറയുമ്പോൾ നെസസറിലി അതൊരു ബാഡ് ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല, അത് നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം. ബിക്കോസ് നമ്മളിപ്പോൾ ഡീപ് കണ്ടീഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ഈ ക്യൂട്ടിക്കൽസ് ഓൾറെഡി ഓപ്പൺ ആണെങ്കിൽ അത് ഈസിലി നമ്മുടെ മുടീനെ പെനിട്രേറ്റ് ചെയ്യും. ഇത് ലോ പൊറോസിറ്റി ഹെയറിൽ ആക്ച്വലി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ നോട്ട് പെനിട്രേറ്റ് യുവർ ഹെയർ ദാറ്റ് മച്ച്. അപ്പൊ ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് എടുത്ത് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഇൻ യുവർ ഫേവർ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പോയിന്റ് ആണ് ഡെൻസിറ്റി. അപ്പൊ ഞങ്ങളുടെ ഇഷ്യൂ ആക്ച്വലി കേൾ ഡെഫിനിഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ലോ ഡെൻസിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് മോർ വോള്യൂം തോന്നിക്കാനാണ് പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതിൽ മെയിൻ നമ്മൾ നോക്കേണ്ടത് ഒരു ലൈറ്റർ പ്രോഡക്ട്സ് ഉപയോഗിക്കുക, ലൈറ്റ് ഹോൾഡ് ജെൽ ഉപയോഗിക്കുക. ബിക്കോസ് നമ്മൾ ഈ സ്ട്രോങ് ഹോൾഡും ഭയങ്കര ഹെവി പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അത് ആകെ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. അപ്പൊ നമുക്ക് തീരെ വോള്യൂം ഇല്ലാത്ത പോലെ തോന്നും. അപ്പൊ ഓൾറെഡി വോള്യൂം കുറവാണെങ്കിൽ യൂസ് ലിറ്റിൽ ലൈറ്റർ പ്രോഡക്ട്സ്. അപ്പൊ അത് സം എമൗണ്ട് ഓഫ് ഫ്രിസ് തരും. അപ്പൊ ഈ ബേസിക്കലി ഫ്രിസ് അത്ര മോശമുള്ള സാധനമല്ല, ഇറ്റ് വിൽ ഗിവ് സം എമൗണ്ട് ഓഫ് വോള്യൂം. അപ്പൊ ഈ വോള്യൂം തരുന്നതാണ് നമ്മുടെ ഫ്രിസ്. അപ്പൊ ഈ കുറച്ച് ഫ്രിസ് ഒക്കെ നല്ലതാണ് എന്ന് വെച്ചാൽ തീരെ ഫ്രിസ് ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ലോ ഡെൻസിറ്റി ആണെങ്കിൽ അത് ഒന്നും കൂടെ കട്ടി കുറവായിട്ട് തോന്നും. ഇനി നമ്മുടെ നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റ് ആണ് വിഡ്ത്ത്. അപ്പൊ വിഡ്ത്തിന് ഞാനൊരു മീഡിയം വിഡ്ത്ത് ആണ്, ചേച്ചി കോഴ്സ് വിഡ്ത്ത് ആണ്. അപ്പൊ ഇത് നമ്മുടെ പ്രോഡക്റ്റ് സെലക്ഷനെ അധികം ബാധിക്കണില്ല, പക്ഷെ മോർ ഓൺ ടെക്നീക്ക് ആണ്. അപ്പോൾ നമുക്ക് കോഴ്സ് വിഡ്ത്ത് ആണെങ്കിൽ ഈ പ്രോഡക്ട്സിനെ നന്നായി എല്ലാ മുടിയിലും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് പാട്. ബിക്കോസ് അത് ഈച്ച് മുടിയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മീഡിയം വിഡ്ത്ത് ആയ കാരണം ഞാനിപ്പോ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങനെ കോമ്പ് വെച്ചിട്ടൊന്നും അധികം സ്റ്റൈൽ ചെയ്യാറില്ല. ഞാൻ ജെല്ലോ അല്ലെങ്കിൽ ലീവിനോ അല്ലെങ്കിൽ കണ്ടീഷണർ ഒക്കെ ഇടുമ്പോൾ ഐ ഹാഡ് ടു യൂസ് എ കോംബ്, അല്ലെങ്കിൽ മുടിയിൽ പകുതി ആ പ്രോഡക്റ്റ് എത്തുള്ളൂ. പക്ഷെ ഇപ്പൊ കുറവ് മുടി ആയതുകൊണ്ട് ഐ എം ഏബിൾ ടു ബ്രേക്ക്. ബട്ട് ഐ നോ മുടി കൂടുതൽ വളരുമ്പോൾ ഐ ഹാവ് ടു കോംബ് ഇറ്റ്. നമ്മുടെ ഹെയർ ടെക്സ്ചറിലെ എല്ലാ പോയിന്റ്സും നമ്മൾ കണ്ടു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഞാനൊരു വേവി ആണ് അല്ലെങ്കിൽ എന്റെ ഹൈപ്പൊറോസിറ്റി ആണ് എന്നൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തോന്നും. പക്ഷെ ഇത് നമ്മൾ CG മെത്തേഡിൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്യാരക്ടറിസ്റ്റിക്സും ചേഞ്ച് ചെയ്ത് തുടങ്ങും. ആൻഡ് ഓൾസോ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്ട്സും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ചേച്ചിക്ക് അറിയണ്ടാവും, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ കൂടുതലൊരു വേവി ആയിരുന്നു. എന്റെ കേൾസ് ഒക്കെ അധികം അങ്ങോട്ട് ശരിക്കും സ്പൈറൽ കേൾസ് ആയിരുന്നില്ല. പിന്നെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് എന്റെ കേൾസ് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് തുടങ്ങി. അതിനനുസരിച്ച് ഞാൻ എന്നെ കണ്ടു എന്റെ കുറെ പ്രോഡക്ട്സ് ശരിക്കും എനിക്കിപ്പോ ആദ്യം വർക്ക് ചെയ്യാത്ത പ്രോഡക്ട്സ് ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. ഇനി നമ്മുടെ ഹെയർ ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ ഐ തിങ്ക് ദ മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഇസ് ഈ പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലെ? അതാണ് നമ്മുടെ വൺ ഓഫ് ദ മെയിൻ കൺസേൺസ്. ഇപ്പൊ ഇത്തിരി വില കുറഞ്ഞു തുടങ്ങി. പക്ഷെ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രോഡക്ട്സ് ഇന്ത്യൻ പ്രോഡക്ട്സ് അധികം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദേ വർ ഓൾ ലൈക്ക് റിയലി എക്സ്പെൻസീവ്. അപ്പൊ ബഡ്ജറ്റ് ഒരു മെയിൻ കൺസ്ട്രെയിന്റ് ആയിരുന്നു. ഞാൻ എന്റെ CG ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആക്ച്വലി ഐ വെന്റ് മാഡ്. ഞാൻ ഈ വ്യൂസും റിവ്യൂസേഴ്സിനും ഒക്കെ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. വെച്ചാൽ ഈ പ്രോഡക്റ്റ് കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ഇത് വർക്ക് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആക്ച്വലി പ്രോഡക്ട്സ് ആർ വെരി ഓവർ റേറ്റഡ്. നമുക്ക് ഉള്ള വെച്ച് പ്രോഡക്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് മോർ ടെക്നീക്സിനെ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് മേ ബി മന്ത്ലി ഒരു പ്രോഡക്റ്റ് വാങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് പ്രോഡക്ട്സ് ഫ്രം യുവർ വാഷ് ഡേ ലൈൻ. വാഷ് ഡേയിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് മോർ ദാൻ സ്റ്റൈലേഴ്സ്. ബിക്കോസ് ശരിക്കും നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനെയാണ് നമുക്ക് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷാംപൂ ആൻഡ് കണ്ടീഷണറിലാണ് ഫസ്റ്റ് യു നീഡ് ടു ബൈ other than stylers. ഞാനും ആദ്യമായിട്ടൊക്കെ വാങ്ങിച്ചത് കൂടുതലും ഈ ഡീപ് കണ്ടീഷണേഴ്സ്. ഇപ്പൊ ഞാൻ അധികം ഡീപ് കണ്ടീഷനിങ് അത്ര ഒരു ഫോക്കസ് ഇല്ല. ബിക്കോസ് മൈ ഹെയർ ഹെൽത്ത് നല്ലോണം ഇംപ്രൂവ് ചെയ്തേക്കണം.
പക്ഷെ ആദ്യം ഇറ്റ് വാസ് ഷാംപൂ, കണ്ടീഷണർ, ഡീപ് കണ്ടീഷണർ, ഹെയർ ഹെൽത്തിന്റെ ക്വാളിറ്റിനെ ഇത്തിരി നന്നാക്കാൻ വേണ്ടി. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫൈൻഡ് യുവർ കേൾ ട്വിൻ. അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് ആണ് ആക്ച്വലി. അപ്പോ യു ഫൈൻഡ് ബ്ലോഗർ അല്ലെങ്കിൽ വ്ളോഗർ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി കേൾ ടൈപ്പും പാറ്റേണും ഒക്കെ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഫൈൻഡ് എ CG കേളി ഗേൾ ഹൂ ഇസ് ഓൾറെഡി ഫിഗേർഡ് എവറിത്തിങ് ഔട്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അവിടെ ചെന്ന് അവരുടെ പ്രോഡക്ട്സ് എന്താണ്, അവർക്ക് വർക്ക് ചെയ്യണം, അവരുടെ ടെക്നീക്സ് എന്താണ്, അതൊക്കെ നോക്കി നമുക്ക് ഈസിലി അത് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ചെയ്യണം. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടും എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ മോസ്റ്റ്ലി അവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആൻഡ് ടെക്നീക്സ് നമുക്ക് സൂട്ട് ആവും. അപ്പൊ ലാസ്റ്റ് നമ്മുടെ പോയിന്റ് ആണ് ഫൈൻഡ് എ കേൾ ബഡി. അപ്പൊ എന്റെ കേൾ ബഡി ചേച്ചി തന്നെയായിരുന്നു, വെരി കൺവീനിയന്റ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് സൂട്ട് ആവുന്നില്ലെങ്കിൽ ഞാൻ ചേച്ചിക്ക് എടുക്കും, ചേച്ചിക്ക് സൂട്ട് ആവുന്നില്ലെങ്കിൽ അത് എനിക്ക് തരും. അപ്പൊ നമുക്ക് പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യാം, നമുക്ക് പ്രോഡക്റ്റ് സാമ്പിൾ ചെയ്യാം. ഇപ്പൊ ചേച്ചി ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കും, ലൈക്ക് എനിക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ. സോ അതൊരു ഫുൾ പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ഫൈൻഡ് യുവർ കേൾ ബഡി. ഐ എം ഷുവർ നമുക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരാള് ചുരുണ്ടമുടിയുള്ള ഒരാളെ അറിയുണ്ടാവും. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇന്ന് റാപ്പപ്പ് ചെയ്യാൻ. ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ ഇസ് വെരി യൂസ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നോട് എത്ര ചോദിച്ചാലും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ക്വസ്റ്റിന് നിങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റില്ല. മേക്ക് ഷുവർ യു ഗോ ത്രൂ ദീസ് പോയിന്റ്സ്, ട്രൈ ഇറ്റ് ഔട്ട്. ഇത് നിങ്ങൾക്ക് ശരിക്കും പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. Been a big thanks to my sister for helping me on my video today. How was this experience? It's very good. I'm still nervous. In curly girl journey തന്നെയായിരുന്നു. But you have to start. So don't get too bogged down. എന്താണ് ഞാൻ പ്രോഡക്റ്റ് അത് ഇത്. Just start with something and then know that it will change. And that has been really like amazing for both of us. ഞങ്ങളെ മുടിയൊക്കെ we started to love. And I think ഇതിന്റെ ലൈക്ക് ഇറ്റ് ബിക്കംസ് മോർ ദാൻ ഹെയർ ആക്ച്വലി. എന്ന് വെച്ചാൽ അത് നമുക്ക് മേ ബി നമ്മൾ കേളി ഗേൾസിന് മാത്രം മനസ്സിലാവുള്ളൂ, ഇത് വെറും മുടിയല്ല. ബിക്കോസ് ഇറ്റ് വാസ് സോ മെനി ഇയേഴ്സ് ഓഫ് അബ്യൂസ് ആൻഡ് യു ഷെയിംഡ് ഓൺ യുവർ മുടി. ആൻഡ് സോ ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. അത് നമുക്ക് ചെയ്തു തുടങ്ങുമ്പോൾ ദർ സോ മച്ച് ഓഫ് സെൽഫ് ലവ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ് ദാറ്റ് ഐ റിയലി വിഷ് നിങ്ങൾ എല്ലാവരും അത് അനുഭവിക്കണം. ആൻഡ് യു ഷുഡ് റിയലി ജസ്റ്റ് ദ പ്രൈഡ് ഓഫ് ബീയിങ് എ കേളി വിച്ച് കംസ് ത്രൂ. Make sure you connect with me on Instagram. Ningade progress enti kaanichara. I would love to see how it's helping you. Share this content with other curly girls and the video like kiya, subscribe kiya. I'll see you again next week with a new video. It's me Devi signing out. Appo aa factors explain cheyidukondana. Appo aa oh I forgot to tell you. Okay, I will start this. Hair adding it. Pearls and Beauty Diary.